എല്ലാവർക്കും നമസ്കാരം. ENC എഡ്യൂമേറ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ട്സിന്റെ 5th ചാപ്റ്റർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ 2-3 ക്ലാസ്സായിട്ട് പഠിച്ചുകൊണ്ട് വരികയാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണക്ക് എങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും, ഏതെങ്കിലും ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടുകയാണെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കുകയും പാസ്ബുക്ക് ബാലൻസ് കിട്ടുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കുന്നതിന്റെ രീതി നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതെല്ലാവരും കണ്ടിട്ട് ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ നോക്കാം. എന്താണ് ക്യാഷ് ബുക്ക് ബാലൻസിന്റെ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് തരികയാണെങ്കിൽ നമ്മൾ അന്ന് പഠിച്ച റൂൾ എന്തായിരുന്നു? ദ ഐറ്റംസ് വിച്ച് ആർ ഇൻക്രീസിംഗ് ദ പാസ്ബുക്ക് ബാലൻസ് ഷുഡ് ബി ആഡഡ്. നമുക്ക് കണ്ടുപിടിക്കണം, ക്യാഷ് ബുക്ക് ബാലൻസ് തന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അപ്പം പാസ്ബുക്ക് ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് കൂട്ടുകയും പാസ്ബുക്ക് ബാലൻസ് കുറയ്ക്കുന്ന ഐറ്റംസ് കുറയ്ക്കുകയും വേണം. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് വെച്ചുള്ള ഒരു ഹോംവർക്കാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നത്. നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. എന്താണ് തന്നിരിക്കുന്നത്? ദ ക്യാഷ് ബുക്ക്. ആദ്യം നമുക്ക് അതിന്റെ ഫോർമാറ്റ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഫോർമാറ്റ് വരയ്ക്കാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വലിയൊരു പർട്ടിക്കുലർ കോളം വേണം, ദെൻ 2 എമൗണ്ട് കോളം വേണം. ഇത്രയേ ഉള്ളൂ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ്. മുകളിൽ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ, അത് അത്യാവശ്യമാണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ നിങ്ങൾ ഫുൾ എഴുതുക. ആസ് ഓൺ 31st May 2012. 31st May 2012. നോക്കാം. ക്യാഷ് ബുക്ക് ഓഫ് റെജി എന്ന് പറഞ്ഞ ആളുടെ ക്യാഷ് ബുക്ക് കാണിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ഓഫ് ₹4900 ഓൺ 31st May 2012. ഓൺ കമ്പയറിംഗ് ദ ക്യാഷ് ബുക്ക് വിത്ത് പാസ്ബുക്ക് ദ ഫോളോയിങ് വെയർ ഫൗണ്ട്. അപ്പൊ ക്യാഷ് ബുക്കും പാസ്ബുക്കും കൂടെ താരതമ്യം ചെയ്തപ്പോൾ താഴെ പറയുന്ന കുറെ കാര്യങ്ങൾ കണ്ടു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പാസ്ബുക്ക് ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസിന് കൂട്ടുന്ന ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്യണം, പാസ്ബുക്ക് ബാലൻസിന് കുറയ്ക്കുന്ന ഐറ്റംസ് നമ്മളിവിടെ ഡിഡക്ട് ചെയ്യുകയും വേണം. ഓക്കെ, നമുക്ക് കണക്ക് ചെയ്യാം. ആദ്യം ബാലൻസ് എഴുതാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് തന്നിരിക്കുന്നത് 4900. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണം, ഏതൊക്കെ ഐറ്റംസ് ഡിഡക്ട് ചെയ്യണം. നമ്മളെ റൂൾ നമുക്ക് നന്നായിട്ട് അറിയാം. കണ്ടുപിടിക്കേണ്ടത് പാസ്ബുക്ക് ആയതുകൊണ്ട് പാസ്ബുക്കിനെ കൂട്ടുന്ന ഐറ്റംസ് കൂട്ടുക, പാസ്ബുക്കിനെ കുറയ്ക്കേണ്ട ഐറ്റംസ് ഇവിടെ കുറയ്ക്കുക. ഒന്നാമത്തെ ഐറ്റം ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ഫോർ കളക്ഷൻ. ബാങ്കിൽ കളക്ഷന് ചെക്ക് കൊടുക്കുമ്പോഴേ നമ്മൾ ക്യാഷ് ബുക്കിൽ റെസീറ്റ്സ് എഴുതി കഴിഞ്ഞു. ഇപ്പൊ ക്യാഷ് ബുക്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് പാസ്ബുക്കിൽ എൻ്റർ ആവുകയുള്ളൂ. ഇപ്പൊ നമുക്ക് May 31st വരെ ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു, പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ കുറയ്ക്കണം. ഓക്കെ, നമുക്ക് ആ ഐറ്റം കുറയ്ക്കേണ്ടതാണ്. രണ്ടാമത്തത് ചെക്ക് ഇഷ്യൂഡ്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് ആരും പ്രസന്റ് ചെയ്തിട്ടില്ല, ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാത്തതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല. അപ്പൊ പാസ്ബുക്ക് ബാലൻസ് ഇവിടെ കൂടിയിരിക്കുന്നു, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു. നമുക്കപ്പൊ ഇതിനെ ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് അല്ലെങ്കിൽ ബട്ട് നോട്ട് പെയ്ഡ് ബൈ ബാങ്ക് ₹650. ആഡ് ചെയ്യേണ്ടതെല്ലാം ആദ്യം ഒരുമിച്ച് ആഡ് ചെയ്യണം. നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക്. എന്താ സംഭവിച്ചത്? ബാങ്കിൽ കൊണ്ടുപോയി കസ്റ്റമർ നേരിട്ട് ചെക്ക് കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് റെമിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട് പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു. നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ ക്യാഷ് ബുക്കിൽ അത് ഡെബിറ്റ് ചെയ്യാത്തിടത്തോളം കാലം പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ അതിനെ ആഡ് ചെയ്യാം. പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുകയാണ്. സോ പാസ്ബുക്ക് ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് നമ്മളിവിടെ കൂട്ടണം. അപ്പൊ രണ്ടാമത്തേത് ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ. amount ₹520. ഇതടുത്ത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്.
നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിന്റെ ബാലൻസ് തുകയ്ക്ക് അക്കൗണ്ട് ബാലൻസോ ഡെപ്പോസിറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, അതിന്റെ പലിശ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ പാസ്ബുക്ക് ബാലൻസ് കൂടി. നമ്മൾ അറിഞ്ഞില്ല, ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ചെയ്യാത്തുണ്ട്. ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു, പാസ്ബുക്ക് ബാലൻസ് കൂടി. സോ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു, പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു. ക്യാഷ് ബുക്ക് ബാലൻസ് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പാസ്ബുക്ക് ബാലൻസ് ആഡ് ചെയ്തുകൊണ്ട് ഈ ആയിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക് ₹310. ഓക്കെ, അടുത്ത ഏതെങ്കിലും ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം, ആഡ് ചെയ്യാം. ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണേഡ്, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ ബില്ല് ഡിസോണേഡ് ആയി, ആ ബില്ല് മടങ്ങി എത്തി, തിരികെ എത്തി. ആ തുക അവരെന്ത് ചെയ്തു? ബാങ്കുകാർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തെടുത്തു. ഡെബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ പാസ്ബുക്ക് അവിടെ ബാലൻസ് കുറയുന്നു. ക്രെഡിറ്റ് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നു. ആ ഓർമ്മിക്കുക, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്യാഷ് കൂടുന്നു, പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലെ ക്യാഷ് കുറയുന്നു. ഇവിടെ ബില്ല് ഡിസോണഡ് ആയി വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പണം ഡെബിറ്റ് ചെയ്തെടുത്തു, പാസ്ബുക്ക് ബാലൻസ് കുറയുന്നു. അപ്പൊ നമുക്കിവിടെ കുറയ്ക്കേണ്ട ഐറ്റമാണ്. അടുത്തത് നോക്കിക്കോളൂ, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. ബിസിനസ് സ്ഥാപനത്തിൽ നൽകുന്ന അല്ലെങ്കിൽ ബാങ്കുകാർ നൽകുന്ന ഫെസിലിറ്റീസിന് അവരൊരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ചാർജ് ഈടാക്കാറുണ്ട്. ആ ചാർജിനെ പറഞ്ഞ പേരാണ് ബാങ്ക് ചാർജസ്. അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തെടുക്കും. അങ്ങനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്ബുക്കിന്റെ ബാലൻസ് കുറയുന്നു. നമ്മളത് അറിഞ്ഞ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയുകയുള്ളൂ. അല്ലാത്തിടത്തോളം പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുകയും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നത്. അപ്പൊ പാസ്ബുക്ക് ബാലൻസ് ഇവിടെ കുറഞ്ഞത് കൊണ്ട് നമുക്ക് ഇവിടെ കുറയ്ക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ, ആഡ് ചെയ്യേണ്ട ഐറ്റം 3 എണ്ണമേ ഉള്ളൂ. നമുക്ക് അതിനെ ആഡ് ചെയ്യാം. എത്രയാണെന്ന് നോക്കാം. എത്ര ടോട്ടല്? 0, 8, then 8, 148. അപ്പം നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1480 ആണ്. ടോട്ടൽ നമുക്ക് എടുക്കാം 0, 8, 3, 6, 6380 ആണ് നമുക്ക് ടോട്ടൽ ഇപ്പൊ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് നോക്കാം. പാസ്ബുക്ക് ബാലൻസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ഇവിടെ കുറയ്ക്കണം. നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. ഒന്നാമത്തെ ഐറ്റം ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ കളക്ട് ചെയ്തിട്ടില്ല. കളക്ട് ചെയ്ത് അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ആ തുക അക്കൗണ്ടിൽ വരിക, എങ്കിലേ പാസ്ബുക്ക് ബാലൻസ് കൂടുകയുള്ളൂ. ഇപ്പൊ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുകയാണ്. കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ്, ബട്ട് നോട്ട് കളക്റ്റഡ് എന്നോ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് എന്നോ കാണും, ഓർമ്മിക്കുക. എമൗണ്ട് 720. അടുത്ത് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസോണേഡ്. രണ്ടാമത്തെ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറയ്ക്കേണ്ടത് ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണേഡ്. ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണേഡ് എമൗണ്ട് 400. ലാസ്റ്റ് ബാങ്ക് ചാർജസ്. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ചെയ്തു. സോ ബാങ്ക് ചാർജസ് പാസ്ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്. ബാങ്ക് ചാർജസ് എമൗണ്ട് 75. ഇത് എത്രയാണ് നമുക്ക് കുറയ്ക്കേണ്ട ഐറ്റംസ്? അത് എത്ര ടോട്ടൽ എടുത്ത് നോക്കാം. 720, then 1120, 1195. ടോട്ടൽ ലെസ് ചെയ്യേണ്ടത് 1195 ആണ്. നമുക്ക് കുറച്ച് നോക്കാം. 5, 8, 1, 5. കറക്റ്റ് ആൻസർ നമുക്ക് വരുന്നത് 5000. അതേതാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. ക്യാഷ് ബുക്ക് ആണെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഏതാണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. നമുക്ക് ആൻസർ എഴുതാം. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ആൻസർ എത്രയാണ്? 5185. ഇപ്പൊ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു എത്രയാണ് പാസ്ബുക്ക് ബാലൻസ്. അപ്പൊ നമുക്ക് ആ റൂൾ മനസ്സിലായി. എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ബാലൻസ് ഡെബിറ്റ് ബാലൻസോ ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ ചെയ്യേണ്ട രീതിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പാസ്ബുക്ക് ബാലൻസ് ആണ്. സോ പാസ്ബുക്ക് ബാലൻസിന് എന്താണ് കൂട്ടുന്ന ഐറ്റംസ് അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. പാസ്ബുക്ക് ബാലൻസിന് കുറയ്ക്കുന്ന ഐറ്റംസ് നമ്മളിവിടെ
കുറയ്ക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ അടുത്ത ബാലൻസിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ രീതി, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, ഡെപ്പോസിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. നമുക്ക് ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ആണെങ്കിൽ പാസ്ബുക്കിൽ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ട റൂൾ അതാണ്. തന്നിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ക്യാഷ് ബുക്ക് ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ റൂൾ ഇതാണ്, ദ ഐറ്റംസ് വിച്ച് ആർ ഇൻക്രീസിംഗ് ക്യാഷ് ബുക്ക്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് ക്യാഷ് ബുക്കിന്റെ കൂട്ടുന്ന ഐറ്റംസ് നമ്മളിവിടെ ആഡ് ചെയ്യുകയും ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന ഐറ്റംസ് നമ്മളിവിടെ കുറയ്ക്കുകയും വേണം. ദ ഐറ്റംസ് വിച്ച് ആർ ഇൻക്രീസിംഗ് ക്യാഷ് ബുക്ക് ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് ഷുഡ് ബി ആഡഡ് വിത്ത് പാസ്ബുക്ക് ബാലൻസ് ആൻഡ് ദ ഐറ്റംസ് വിച്ച് ആർ ഡിക്രീസിംഗ് ക്യാഷ് ബുക്ക് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ പാസ്ബുക്ക് ബാലൻസ്. ഒരു പ്രാവശ്യം കൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് നമ്മളിവിടെ കൂട്ടുകയും ക്യാഷ് ബുക്ക് ബാലൻസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് നമ്മളിവിടെ കുറയ്ക്കുകയും വേണം. നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കുന്ന ഐറ്റംസിന് കൂട്ടുന്ന, ആ ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് നമ്മളിവിടെ ആഡ് ചെയ്യുകയും ഏതൊക്കെ ഐറ്റംസ് ആണോ ആ ബാലൻസിനെ കുറയ്ക്കുന്നത് അതിനെ നമ്മളിവിടെ കുറയ്ക്കുകയും വേണം. ഓക്കെ, മനസ്സിലായി നോക്കുന്ന രണ്ടാമത്തെ റൂൾ ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. സോ നമ്മുടെ റൂള് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓർമ്മിക്കുക, ഡെപ്പോസിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെങ്കിലാണ് നമ്മുടെ റൂൾ എന്താണ്? The items which are increasing cash book should be added and the items which are decreasing cash book should be deducted from the passbook balance. നമുക്ക് അങ്ങനത്തെ ഒരു കണക്ക് ചെയ്ത് നോക്കാം. വേറെ ഫോർമാറ്റോ ഒന്നുമില്ല, ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആകെ റൂള് മാത്രമേ മാറ്റുള്ളൂ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന ഐറ്റംസ് ഇവിടെ കൂട്ടുകയും ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ഇവിടെ കുറയ്ക്കുകയും വേണം. ഓക്കെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ തയ്യാറാക്കിയതിനു ശേഷം ക്യാഷ് ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ റൂൾ ഓർമ്മിക്കുക. തന്നിരിക്കുന്നത് ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ഡെപ്പോസിറ്റ് ബാലൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ്, ഏതൊക്കെ ഐറ്റംസ് ആണോ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കൂട്ടുന്നത് അത് നമ്മളിവിടെ കൂട്ടുകയും ക്യാഷ് ബുക്ക് ബാലൻസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ഇവിടെ കുറയ്ക്കുകയും വേണം. നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് BRS തന്നിരിക്കുന്നത് 31 ജാനുവരി 2015 ആണ് ഗിരീഷ് ആൻഡ് കമ്പനി BRS തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അവരിങ്ങനെ പരിശോധിച്ചപ്പോഴേക്കും കുറെ വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചു. അതാണ് താഴെ തന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. സോ BRS ആസ് ഓൺ 31 ജാനുവരി 2015. ഓക്കെ, നമുക്ക് രണ്ട് കോളം ഉണ്ട്, രണ്ട് എമൗണ്ട് കോളം ഉണ്ട്, റുപ്പീസ്. ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പാസ്ബുക്ക് ഓഫ് ഗിരീഷ് ആൻഡ് കമ്പനി ഷോഡ് ഡെപ്പോസിറ്റ് ബാലൻസ് ഓഫ് ₹16,500. ഇപ്പം പാസ്ബുക്കിൽ തന്നിരിക്കുന്ന ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് എന്നത് 16,500 ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എമൗണ്ട് 16,500, 16,500. വെരിഫൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു പാസ്ബുക്ക് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്, കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബുക്ക് ബാലൻസ്. സോ ക്യാഷ് ബുക്കിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആഡ് ചെയ്യുക, ക്യാഷ് ബുക്കിനെ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ ഡിഡക്ട് ചെയ്യുക. ഒന്നാമത്തെ നോക്കാം, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കുറയുന്നു. ഓക്കെ, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് അവിടെ കുറയുന്നു, പക്ഷെ പാസ്ബുക്കിന്റെ ബാലൻസ് കുറഞ്ഞില്ല. കാരണം എന്താണ്? ആ ചെക്ക് അവിടെ പ്രസന്റ് ചെയ്യപ്പെടുകയോ പേയ്മെന്റ് നടത്തുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ പഠിച്ചത് എന്താണ്? ക്യാഷ് ബുക്ക് ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് കൂട്ടുക, ക്യാഷ് ബുക്ക് ബാലൻസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ഇവിടെ കുറയ്ക്കുക. അപ്പൊ ഇത് നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് കുറയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ കുറയ്ക്കണം. ഓക്കെ, നമ്മൾ രണ്ടാമത് ചെയ്യും. അടുത്ത ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു കളക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി, പക്ഷെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടില്ല. ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്കിൽ കളക്ഷൻ കൊടുക്കുമ്പോഴേ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അങ്ങനെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് കൂടി,
പക്ഷെ പാസ്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കൂട്ടുന്നത് ഇവിടെ കൂട്ടണം. അപ്പൊ നമുക്കിത് ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. സോ ഒന്നാമത്തേത് ആഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് but not credited, but not cleared, but not credited എന്നൊക്കെ വരും. but not collected. ഓക്കെ, എന്താണെങ്കിലും ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുകയാണ്, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കൂട്ടുന്നു. എമൗണ്ട് എത്രയാണ്? 4100. then അടുത്ത് പറഞ്ഞത് ബിൽസ് റിസീവബിൾ. ഓക്കെ, ബിൽസ് റിസീവബിൾ കളക്ടഡ് ബൈ ബാങ്ക്. നമ്മൾ കൊടുത്ത ബില്ല് ചെക്ക് പോലെ തന്നെ ബില്ല് ബാങ്ക് കളക്ട് ചെയ്ത് തന്നു. ബാങ്ക് ആ തുക കളക്ട് ചെയ്ത്, ബില്ലിലെ തുക കളക്ട് ചെയ്ത് എവിടെ ഇട്ടുണ്ട്? റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. പാസ്ബുക്കിൽ മാത്രമേ ആ തുക റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, പക്ഷെ ഇവിടെ കണ്ടിട്ടില്ല, ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല. അപ്പൊ പാസ്ബുക്കിൽ നമ്മൾ കൊടുത്ത ബില്ല് കളക്ട് ചെയ്തിട്ടുണ്ട്, എമൗണ്ട് കിട്ടി, ആ തുക ബാങ്ക് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാസ്ബുക്ക് ബാലൻസ് അവിടെ കൂടിയിരിക്കുന്നു, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു. കാരണം ഈ ബില്ല് കളക്ട് ചെയ്ത കാര്യം നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു, പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു. ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനിവിടെ കുറയ്ക്കും. ഓക്കെ, ദെൻ ബാങ്ക് ചാർജസ്. ബാങ്ക് എന്ത് ചെയ്തു? നമുക്ക് തന്ന ഫെസിലിറ്റീസിന് അവരെന്ത് ചെയ്തു? കുറെ ചാർജ് ഈടാക്കിയിട്ടുണ്ട്, 80 rupees. അങ്ങനെ വരുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറയുന്നു. എവിടെ ഇല്ല അത്? നോട്ട് സീൻ ഇൻ ക്യാഷ് ബുക്ക്. ആ ട്രാൻസാക്ഷൻ നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് കുറയുന്നു, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുന്നു. ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെവിടെ ആഡ് ചെയ്യുന്നു? ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് എമൗണ്ട് 80. അടുത്ത നോക്കാം, ബിൽഡിംഗ് റെന്റ് കളക്ടഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബിൽഡിംഗ് റെന്റ് എന്ത് ചെയ്തു? ബാങ്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ബാങ്ക് കൃത്യസമയത്ത് തന്നെ റെന്റ് കളക്ട് ചെയ്തു, നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ പാസ്ബുക്ക് ബാലൻസ് അവിടെ കൂടി, നമ്മൾ അറിഞ്ഞിട്ടില്ല, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തിടത്തോളം കാലം ക്യാഷ് ബുക്ക് ബാലൻസ് അവിടെ കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ക്യാഷ് ബുക്ക് പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റെന്റ് കളക്ട് ചെയ്ത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ പാസ്ബുക്ക് ബാലൻസ് കൂടി, ക്യാഷ് ബുക്ക് ബാലൻസ് കുറയുന്നു. നമുക്കതിവിടെ കുറയ്ക്കേണ്ട ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് രണ്ടെണ്ണേ ഉള്ളൂ, നമ്മൾ ആഡ് ചെയ്യാം. 4180. ടോട്ടൽ എമൗണ്ട് നമുക്ക് വരുന്നത് 08620. 20,680 ടോട്ടൽ. ദെൻ ഇത് നമ്മൾ കുറയ്ക്കേണ്ട ഐറ്റംസ് നമ്മൾ കുറയ്ക്കാം. ലെസ് ഏതൊക്കെ ഐറ്റംസ് ആണോ ക്യാഷ് ബുക്ക് ബാലൻസിനെ കുറയ്ക്കുന്നത് അത് നമ്മളിവിടെ കുറയ്ക്കുന്നു. ഒന്നാമത്തേത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. പ്രസന്റഡ് എമൗണ്ട് എത്രയാണ്? 3400. ദെൻ അടുത്ത് പറയുന്നത് ബിൽസ് റിസീവബിൾ കളക്ടഡ് ബൈ ബാങ്ക്. ബാങ്ക് കളക്ട് ചെയ്ത് അക്കൗണ്ടില്, ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു, പക്ഷെ ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നു. സോ നമുക്ക് അതിലൂടെ കുറയ്ക്കാം. ബിൽസ് റിസീവബിൾ കളക്ടഡ് ബൈ ബാങ്ക്. ഓക്കെ, എമൗണ്ട് 3100. ദെൻ ലാസ്റ്റ് നമ്മൾ വന്നത് ബിൽഡിംഗ് റെന്റ്. ബിൽഡിംഗ് റെന്റ് കളക്ട് ചെയ്തിട്ടുണ്ട്, ബിൽഡിംഗ് റെന്റ് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു, പക്ഷെ ക്യാഷ് ബുക്ക് അറിഞ്ഞിട്ടില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അതിനിവിടെ കുറയ്ക്കുന്നു. ബിൽഡിംഗ് റെന്റ് കളക്ടഡ് ബൈ ബാങ്ക്. ബിൽഡിംഗ് റെന്റ് കളക്ടഡ് ബൈ ബാങ്ക്. എമൗണ്ട് ₹4500. ഇത്രയാണ് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട ഐറ്റംസ്. ഒരുമിച്ച് കൂട്ടി നോക്കാൻ നമുക്ക് എത്രയാണ് വരുന്നതെന്ന്. 11,000 ആണ് നമുക്ക് കുറയ്ക്കേണ്ട ഐറ്റംസ് വരുന്നത്. 11,000 കുറയ്ക്കുമ്പോൾ ബാലൻസ് നമുക്ക് 9,680. ഏത് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്? പാസ്ബുക്ക് ബാലൻസ് ആണ്. നമുക്ക് ഇവിടെ എഴുതാം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ആസ് പെർ ക്യാഷ് ബുക്ക് എമൗണ്ട് 9,680. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച റൂൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്
ക്യാഷ് ബുക്കാണ്. ഏത് ബാലൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, ഡെപ്പോസിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കണം. റൂൾ ഇത്രയേ ഉള്ളൂ. ദ ഐറ്റംസ് വിച്ച് ആർ ഇൻക്രീസിംഗ് ക്യാഷ് ബുക്ക് ഷുഡ് ബി ആഡഡ് ആൻഡ് ദ ഐറ്റംസ് വിച്ച് ആർ ഡിക്രീസിംഗ് ക്യാഷ് ബുക്ക് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ബാലൻസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇടാം, അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിലായിരിക്കും. എന്നാലും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓൺ 31st March 2012 പാസ്ബുക്ക് ഓഫ് ചേതൻ ഷോഡ് എ ഡെപ്പോസിറ്റ് ബാലൻസ്. പാസ്ബുക്ക് ബാലൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഡെപ്പോസിറ്റ് ബാലൻസുമാണ് ₹13,600. ഓൺ വെരിഫൈങ് ഹിസ് പാസ്ബുക്ക്, പാസ്ബുക്കും ക്യാഷ് ബുക്കും കൂടെ വെരിഫൈ ചെയ്തപ്പോൾ താഴെ പറഞ്ഞത് ഒബ്സർവ് ചെയ്തു. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, അപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് അവിടെ കുറയുന്നു. പാസ്ബുക്ക് ബാലൻസ് പക്ഷെ വന്നിട്ടില്ല, അത് പേയ്മെന്റ് നടത്തിയിട്ടില്ല. ഓക്കെ, അത് ഓർമ്മിക്കുക. ചെക്ക് ഡെപ്പോസിറ്റഡ് ഫോർ കളക്ഷൻ വേണ്ടി ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ബട്ട് നോട്ട് ക്ലിയർഡ് ബൈ ബാങ്ക്. ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല? കളക്ട് ചെയ്ത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. ₹190. Then bank charges seen only in passbook. ബാങ്ക് ഈടാക്കിയ തുക പാസ്ബുക്കിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം എവിടെ ഇല്ല? ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല. എമൗണ്ട് 90. ഇപ്പൊ ബാങ്ക് ഈടാക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്യുന്നു, അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. സോ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് കണക്ക് ചെയ്യുക. ബിൽസ് റിസീവബിൾ, നമ്മൾ കൊടുത്ത ബില്ല് കൃത്യമായി ബാങ്ക് കളക്ട് ചെയ്തു. ആ തുക എവിടെ റെക്കോർഡ് ചെയ്തു? പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തു. പക്ഷെ എവിടെ ആയിട്ടില്ല? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ₹1,800. ദെൻ ഡിവിഡന്റ് കളക്ടഡ് ബൈ ബാങ്ക്. ബാങ്കിന് നമ്മൾ നൽകിയ നിർദ്ദേശപ്രകാരം ബാങ്ക് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഡിവിഡന്റ് ലാഭവിഹിതം, കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം ഡിവിഡന്റ് കളക്ട് ചെയ്ത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. പാസ്ബുക്കിലുണ്ട്, പക്ഷെ അത് എവിടെ ഇല്ല? ക്യാഷ് ബുക്കിൽ ഇല്ല. എങ്കിൽ എന്താണെന്ന് നോക്കിയോളൂ. ഇത് ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രിപ്പയർ BRS ടു അറൈവ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഓക്കെ, നമ്മൾ ഇതിന്റെ കണക്ക് നമ്മൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. അതുവരേക്ക് നല്ലൊരു ദിവസം.